എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ആ പാർവതി കാരണം ഞാൻ എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. നീയല്ലേ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കരുതെന്ന് പറഞ്ഞത്? അത് അവളും പ്രിയനും തമ്മിൽ ഒരുമിക്കാനുള്ളൊരു വഴി ഒരുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ആ അവസരം ഉപയോഗിക്കുന്നതിന് പകരം അവർ തമ്മിലുള്ള പ്രോബ്ലംസ് കൂടുതൽ വഷളാക്കുക ചെയ്യുന്നത്. എന്നാലും പാർവതി എന്തിനായിരിക്കും അവളിൽ നിന്ന് പ്രിയനെ അകറ്റി നിർത്തുന്നത്? അവര് തമ്മില് വലിയ ആത്മാർത്ഥ പ്രണയമായിരുന്നില്ലേ? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം സംഭവിച്ചത്? ആന്റിക്ക് സംശയം തോന്നി തുടങ്ങി. നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ? ഇതൊക്കെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? അവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് പരിഹരിക്കാൻ പറ്റൂ. ഞാൻ അന്വേഷിക്കാം ആന്റി. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? പ്രായത്തിന്റെ ആവശ്യത്തിലായിരിക്കും പാർവതി പ്രിയനെ പ്രേമിച്ചത്. ആവേശം തീർന്നപ്പോ അവൾ കാണിച്ചത് വലിയ അബദ്ധമായി പോയിന്ന് തിരിച്ചറിവുണ്ടായി കാണും. കൈലാഷിനെ വേണ്ടാന്ന് വെച്ച് അവള് നിരസിച്ചത് കോടികളല്ലേ. പ്രിയനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് വലിയ മണ്ടത്തരായി പോയിന്ന് പാർവതിക്ക് തോന്നിക്കാണും. ഇനി പെട്ടെന്ന് കൈലാഷിന്റെ അടുത്തേക്ക് തിരിച്ചു പോയാ അവളെ അവൻ സ്വീകരിക്കുമെന്നുള്ള പേടി പാർവതിക്കുണ്ടാവും. പ്രിയനെ അവള് ചതിച്ചു എന്ന് തോന്നിയാ അവളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കൈലാഷിന് മനസ്സിലാവില്ലേ? അതുകൊണ്ടായിരിക്കും ചേച്ചിയുടെ കല്യാണം വെറുതെ ഒരു കാരണമാക്കി കാണിച്ച് അവള് പ്രിയനുമായുള്ള കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. ശരിയായിരിക്കും. ഇപ്പൊ അവള് എന്തിനാ ഓണം ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പാർവതി കൈലാഷിനെ വശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് എങ്ങനെയെങ്കിലും കൈലാഷിനെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ സ്വത്തുക്കള് സ്വന്തമാക്കണം. പാവം കൈലാഷിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവളോടുള്ള സ്നേഹത്തില് അവൻ അന്ധനായിരിക്കുകയാണല്ലോ. പക്ഷേ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അവളുടെ പ്ലാനുകളൊന്നും വർക്കാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും അവളെ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തും. നീയാണ് എന്റെ മരുമകളെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. താങ്ക്സ് ആന്റി. ഞാൻ പോയി പാർവതി എന്താ ചെയ്യുന്നെന്ന് നോക്കട്ടെ. നീയും ഈ അവസരം മുതലെടുക്കണം. കൈലാഷുമായിട്ട് ചിരിച്ചും കളിച്ചും ഒരു ബന്ധം സ്ഥാപിക്കണം. കൈലാഷ് അവളെ മറന്നുവെന്നും നിന്നോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയെന്നും പാർവതിക്ക് മനസ്സിലായാൽ അവള് തനിയെ പ്രിയന്റെ അടുത്തേക്ക് തിരിച്ചു പൊക്കോളും. നീ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവാവ്. ഞാൻ മാക്സിമം ശ്രമിക്കാം ആന്റി. ചെല്ലുമോളെ. പാർവതിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ ആന്റി എങ്ങനെ റിയാക്ട് ചെയ്യും? കൈലാഷിനെ സംരക്ഷിക്കാൻ വേണ്ടി പാർവതിയെ ഒഴിവാക്കൂ, അതോ അവളെ മരുമോളായി സ്വീകരിക്കൂ? പാർവതിയുടെ വയറ്റില് കൈലാഷിന്റെ കുഞ്ഞ് വളരുന്നതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. ചിലപ്പോ മനസ്സൊരുക്കി അവളെ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. എന്റെ മനസ്സമാധാനം തകർത്ത പാർവതിയെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഊഞ്ഞാലാടേണ്ട പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരാം. എന്താ? സേനൻ ചേട്ടൻ തന്നെ പോകുന്നതാ നല്ലത്. അതെ, പാർവതി ഞങ്ങള് രണ്ടുപേരോടും നല്ല ദേഷ്യത്തിലാ. ഞങ്ങളെ വിളിച്ച അവള് വരില്ലേ? എന്നാ പാറുവിനെ ഞാൻ വിളിക്കാം, ബാക്കിയുള്ളവരെ നിങ്ങളെ വിളിക്കാം. ശരി. വാ. കൈലാഷിനെ കൊണ്ട് പാർവതിയെ ഊഞ്ഞാലാട്ടിക്കുകയായിരിക്കും സേനന്റെ പ്ലാൻ. നടക്കട്ടെ. ആ സമയത്ത് അവള് ഊഞ്ഞാലിൽ നിന്ന് താഴെ വീണാലോ അവൾക്ക് നന്നായി പരിക്ക് പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞു ഇല്ലാതാകും. അതോടെ എനിക്കുള്ള ഭീഷണിയും ഒഴിഞ്ഞു കിട്ടും. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ നിന്നോട് കൈലാഷിന്റെ കൂടെ പോയി നിക്കണമെന്നല്ലേ പറഞ്ഞത്? ആന്റി, ദേ ആ ഊഞ്ഞാല് കണ്ടോ? കൈലാഷ് പാർവതിയെ ഈ ഊഞ്ഞാലാട്ടുന്നത് കുറച്ചു നേരത്തിനുള്ളിൽ നമ്മൾ കാണേണ്ടി വരും. അവൾ ഇതിൽ കയറി ഇരിക്കോ? ഈ ഊഞ്ഞാലിൽ നിന്ന് വീണ് അവളുടെ നടു ഓടിയണം.